അങ്ങനെ അതുകൊണ്ടാണ് ഇവർ സൂയിസൈഡ് ബോംബൊക്കെ ആയിട്ട് പൊട്ടിത്തെറിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഈ സൂയിസൈഡ് ബോംബായിട്ട് ഒരു കുട്ടിയോ ഒരു വലിയ ആളോ ഏതെങ്കിലും ഒരു ജനസമൂഹത്തിൽ പോയിട്ട് പൊട്ടിത്തെറിച്ചാൽ അവർക്ക് എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? പിന്നെ ആ കുടുംബത്തിന് വെൽഫെയർ, പെൻഷൻ, അവർക്ക് പിന്നീട് ധാരാളം ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊടുത്താണ് ഹമാസ് വീണ്ടും വീണ്ടും പൊട്ടിത്തെറിപ്പിക്കാനുള്ള ആളുകളെ കൂടുതൽ കൂടുതൽ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പലസ്തീൻ പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ദരിദ്ര രാഷ്ട്രമാണ്. അവര് യുദ്ധത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചത്തുപോയാലും സാരമില്ല, കുടുംബത്തിന് ജീവിക്കാനുള്ള ഇനം കിട്ടുമല്ലോ, അങ്ങനെ ചിന്തിച്ച് പൊട്ടിത്തെറിക്കാൻ ധാരാളം ആളുകളെ ഹമാസിന് കിട്ടി. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള TV ചാനലില് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയിലുമൊക്കെ കുട്ടികളുടെ മാഗസിനിലടക്കം പഠിപ്പിക്കുന്നത് എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കണം എന്നും എങ്ങനെ ജിഹാദ് നടത്തണം എന്നുമുള്ള പരിപാടികളാണ് സംപ്രേഷണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രായേലിൽ നിന്നുള്ള റീന ഉണ്ടല്ലോ, റീന ഒരു ചെറിയ പെൺകുട്ടിയുടെ ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാണിച്ചിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഇസ്രായേലിനെ എങ്ങനെ നശിപ്പിക്കണം, ഇങ്ങനെ നശിപ്പിക്കണം. എന്നിട്ട് ഒരു കത്തി എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ കുത്തൻ, അങ്ങനെയൊക്കെ ആ കുട്ടി ആംഗ്യം കാണിക്കുന്നു. നമ്മള് 3, 4, 5 വയസ്സുള്ള മക്കൾക്ക് കളിപ്പാട്ടങ്ങളാണ് വാങ്ങി കൊടുക്കുകയെങ്കിൽ ഇവരെന്താ കൊടുക്കുന്നത്? ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ ഭീകരനായ നേതാവ്, അയാളുടെ ചെറുകുട്ടിയെ ഒക്കെ തിരുത്തി തോക്ക് കയ്യിൽ കൊടുത്തിട്ട് ജൂതനാണ് എന്ന് സങ്കല്പിച്ച് വെടിവെച്ചോളാൻ കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയതെന്ന് മനസ്സിലായില്ലേ? PLOയുമായി ഹമാസിനുള്ള പ്രശ്നം, അവർ ഇസ്രായേലിനെ വേണ്ട രൂപത്തിൽ ആക്രമിക്കുന്നില്ല. PLOയുടെ ലക്ഷ്യം അതല്ലല്ലോ. അവര് മാർക്സിസവും ലെനിനിസവുമായിരുന്നു അവരുടെ ആശയധാര, പിന്നീട് മാറിയതാ. പക്ഷേ ഇസ്രായേലിനെ നശിപ്പിച്ച ശേഷം അവിടെ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് PLOയുടെ അടിസ്ഥാന അജണ്ടകളിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ ആ അജണ്ട കൊണ്ടുവരുന്നില്ല എന്നതായിരുന്നു ഹമാസും PLOയും തമ്മിലുള്ള തുടക്കത്തിലെ തർക്കം. ഹമാസിന്റെ ഔദ്യോഗികമായ മുദ്രാവാക്യം തന്നെ അല്ലാഹ് ആണ് ലക്ഷ്യം, പ്രവാചകനാണ് മോഡൽ, ഖുർആനാണ് ഭരണഘടന, ജിഹാദ് വഴിയാണ് അള്ളാഹുവിന് വേണ്ടി മരിക്കേണ്ടത്, അതാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ള വസ്തുത. അതായത് നമ്മളിപ്പോ പറയുന്നു ഇതൊരു മതേതര രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിൽ പോലും മൈക്ക് കെട്ടി അള്ളാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇന്ന് അതിനെ എതിർക്കാനും ഇന്നതിനെതിരായിട്ടുള്ള സ്വന്തം നിലപാടുകൾ പറയാനും ജനങ്ങൾക്ക് ധൈര്യമുണ്ടായത് എന്നെ പോലെ 100 കണക്കിന് മുൻഗാമികൾ ജീവനും ജീവിതവും നിർഭയത്വവും ബലി കഴിപ്പിച്ച സത്യം തുറന്നു പറഞ്ഞ് പ്രതിഷേധിച്ചത് കൊണ്ടാണ്. സൽമാൻ റുഷ്ദിയെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ജീവിതം ത്യാഗം ചെയ്തവരാണ്. തലയ്ക്ക് വില പറഞ്ഞിട്ട് പോലും സത്യം തുറന്ന് പറയുക തന്നെ ചെയ്തു, മാപ്പ് പറയാൻ തയ്യാറായില്ല. അപ്പൊ ആ പടച്ചവന് വേണ്ടി കൊല്ലണം, ആ പടച്ചവന് വേണ്ടി കൊല്ലപ്പെടണം. പ്രവാചകനാണ് മോഡൽ. വാളുകൊണ്ട് പടുത്തുയർത്തിയ ഇസ്ലാമിനെ കാണിച്ചു തന്ന പ്രവാചകൻ, തന്നെ എതിർത്ത് കവിത എഴുതിയ 104 വയസ്സുള്ള അബു അഫാഖിന്റെ പോലും തലയെറുത്ത് പ്രതികാരം ചെയ്ത് കാണിച്ചു തന്ന മുഹമ്മദ്. അസ്മാ ബിൻത് മിർവാൻ എന്ന സ്ത്രീ 5 മക്കളുടെ തള്ളയാണ്. അവരെ മുഹമ്മദിനെ എതിർത്തുകൊണ്ട് കവിത എഴുതിയ കാരണത്താൽ അവരുടെ നെഞ്ചിലേക്ക് കഠാര ഇറക്കാൻ വേണ്ടി അനുയായികളെ പറഞ്ഞുവിട്ട് കഠാര ഇറക്കി അവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ച് ആ പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങിയിരുന്ന കുഞ്ഞിനെ പോലും എടുത്തു വലിച്ചു പുറത്തേക്ക് എറിഞ്ഞ് ആ സ്ത്രീയുടെ മാറിലേക്ക് കഠാര ഇറക്കിയ മനുഷ്യനെ നോക്കി അഭിനന്ദിക്കാൻ ഈ പ്രവാചകന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനവരിൽ മനോഹരനായിരിക്കട്ടെ, എനിക്കതല്ല. പിന്നെ ഖുർആനാണ് ഭരണഘടന. ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന പ്രശ്നം. ലോകം മുഴുവനും ഇസ്ലാം മാത്രമായിരിക്കണം, ആ ഇസ്ലാമിനെ പുൽഗണം സകലമാന മനുഷ്യരും. ഖുർആനാകണം ഭരണഘടന. ജനാധിപത്യ ഭരണഘടനയൊക്കെ വലിച്ചെറിയാനാണ് ഇവർ പറയുന്നത്. ജിഹാദാണ് വഴി. അതായത് ചുമ്മാ ഇരിക്കരുത്,
മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ദൗത്യമുണ്ട് ഇവിടെ. 10 വർഷം കൊണ്ട് ഈ ലോകത്തെ, കേരളത്തെ, ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി നമുക്ക് മാറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പടച്ചവന് വേണ്ടി ജീവിക്കണം, പടച്ചവന് വേണ്ടി മരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റ്യനെയും ഒക്കെ NIA-ക്കാര് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് കാബൂളിലെ ജയിലിലായിരുന്നു അവളുമാർ. അന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോ ഈ നിമിഷ ഫാത്തിമ പറയാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ കഴിയുക, അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ കഴിയാന്ന് പറഞ്ഞു. വലിയ സംഭവമാണ്. അപ്പൊ NIA-ക്കാര് പറഞ്ഞു, പൊന്നത്ത നിങ്ങളങ്ങ് ജീവിച്ചു, ഞങ്ങൾ പോട്ടെ, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഈ സൈസ് ഒന്നും വേണ്ട. പിന്നീട് നിമിഷ ഫാത്തിമയുടെ അമ്മയുണ്ടല്ലോ, ബിന്ദു സമ്പത്ത് വന്നിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിയാ, എന്റെ മോളെ കൊല്ലാൻ വിട്ടേ, എന്റെ മോളെ ആരും അടിച്ച് പറഞ്ഞു വിട്ടൊന്നുമല്ല, മൂക്ക് കഴപ്പ് കയറി പോയതാ, മോൾ അനുഭവിക്കണം. അപ്പോ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. അങ്ങനെ ഈ പലസ്തീൻ മുഴുവനും അള്ളാഹുവിന്റെ ബാനറു മാത്രം ഉയർന്നു നിൽക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ലോകാവസാനം വരെ ഒരു മുസ്ലിം രാജ്യമായി പലസ്തീൻ മാറണം. ഇതാണ് ഇവരുടെ ഫൗണ്ടിങ് ഡോക്യുമെന്ററിയുടെ മറ്റൊരു ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമി ഇതിന്റെ വേറൊരു പതിപ്പാ. മൗദൂദി ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഫൗണ്ടിങ് ഡോക്യുമെന്റിൽ പോയി നിങ്ങളൊന്ന് നോക്ക്. ജനാധിപത്യം നമ്മൾ എതിരാണ്, മതേതരത്വം നമുക്ക് വേണ്ട, ദേശീയത സമത്വം പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്നത്? ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും സമത്വവും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇവർക്ക് എങ്ങനെയാണ് ഈ ജനാധിപത്യ ഭരണഘടനയെ അംഗീകരിക്കാനും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോടൊപ്പം നിൽക്കാനും സാധിക്കുന്നത്? മതം വിതറി ഹമാസിനെ പോലെ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെ, സിമിയെ പോലെ, ഐസിസ് പോലെ, അൽ ഖ്വയ്ദ പോലെ, ജയ്ഷെ മുഹമ്മദ് പോലെയൊക്കെയുള്ള സംഘടനകൾ ശക്തി പ്രാപിച്ചു. ആ സമയത്ത് PLOയും മറ്റ് സംഘടനകളൊക്കെ ഇവരെ അനുകരിക്കാതെ, ഇവരെ അംഗീകരിക്കാതെ, ഇവരെ അനുധാവനം ചെയ്യാതെ നമുക്ക് രക്ഷയില്ല എന്ന ഒരു തലത്തിലേക്ക് എത്തി. ആരാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത്? ഏറ്റവും കൂടുതൽ ആരാണ് വൈറലായി മാറുന്നത്? മനുഷ്യനെ ക്രൂരമായി ശിക്ഷിക്കുന്നതിൽ ആരാണ് ഏറ്റവും വലിയ സാഡിസ്റ്റ്? ഇതായിരുന്നു ഇവരുടെ ചിന്ത. ഇവരിങ്ങനെ മത്സരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നും ജൂത സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തതും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളുടെ തലയറുത്തും വീഡിയോ ചെയ്ത് പ്രദർശിപ്പിച്ചത്. ഇവരിൽ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലുമില്ല. ഹമാസും മറ്റ് സംഘടനകളുമൊക്കെ ഇവർ തമ്മിൽ മത്സരങ്ങളായി, അത് ചെറിയ ചെറിയ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചു. അതില് ഹമാസ് വിജയിക്കുന്നു. 2007 മുതൽ ഗാസ ഹമാസിന്റെ നിയന്ത്രണത്തിലായി. PLOയും മറ്റ് സംഘടനകളെയും ഒക്കെ ഇല്ലാതാക്കാൻ ഹമാസ് ഒരു മടിയും കാണിച്ചില്ല. മറ്റു മതസ്ഥർക്കും, അതായത് ബദർ യുദ്ധത്തില്, ഉഹുദ് യുദ്ധത്തില് പ്രവാചകനോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന ആളുകൾ ജമൽ യുദ്ധം വരുമ്പോൾ ഓപ്പോസിറ്റ് ആണ്. അതായത് ജമൽ യുദ്ധവും സിഫിയൻ യുദ്ധവും ഒക്കെ മുസ്ലിങ്ങൾ പരസ്പരം തന്നെ പോരാടുവാണ്. ആ രൂപത്തില് ഹമാസും PLOയും ഒക്കെ പരസ്പരം യുദ്ധം തുടങ്ങി. അങ്ങനെ മറ്റു മതസ്ഥർക്കും മതരഹിതർക്കും ഒക്കെ, ഹോമോസെക്ഷൽസിനും സ്ത്രീകൾക്കും ഗാസയിൽ ജീവിതം നരകമായി. ഹമാസിന്റെ ഇസ്ലാമൈസേഷൻ, ഈ പഠനങ്ങള് വെറും ഒരു സംഘടനയിൽ ഒതുങ്ങി നിൽക്കാതെ ഇവരുടെ തീവ്രവാദം ലോകങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. സെക്യുലറിസത്തിന്റെ അവസാനം എന്നാണ് ഹമാസ് പ്രഖ്യാപിച്ചത്. അതായത് നമുക്ക് ഈ സെക്യുലറിസം അവസാനിപ്പിക്കണം. അതാണ് ഹമാസിന്റെ ലക്ഷ്യം. ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഹമാസിന്റെ മീഡിയ ഒഴിച്ചു മറ്റെല്ലാം നിരോധിക്കപ്പെട്ടു. ശരീഅ നിയമം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശരീഅ കോടതികൾ നിലവിൽ വന്നു. സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എഴുതിയാൽ പോലും നമുക്ക് മതിയാകില്ല. അത്രയ്ക്ക് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു. ഏതു മതരാജ്യത്തും സംഭവിക്കുന്നത് പോലെ തന്നെ പലസ്തീനിലും സംഭവിച്ചു. ഇതൊക്കെ അറിയാതെ പലസ്തീൻ ഐക്യദാർഢ്യം, ഗാച്ച നമ്മുടെ ചങ്ക്, റാഫയിലേക്ക് നമ്മുടെ കണ്ണ്, ഇതൊക്കെ എന്തറിഞ്ഞിട്ടാണ്? ഗാസയിലെ അധികാരം കിട്ടിയതിനു ശേഷം ഇസ്രായേലിനു നേരെ ഹമാസിന്റെ യുദ്ധങ്ങൾ തന്നെയായിരുന്നു. ആക്രമണങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. നിരന്തരം റോക്കറ്റുകൾ ഇസ്രായേലിനു നേരെ പാഞ്ഞു ചെന്നു. അതിനെ
ഇസ്രായേല് തിരിച്ചടിക്കുമ്പോൾ അയ്യോ വലിയ പ്രശ്നമാണ്. ഇസ്രായേലിൽ നിന്ന് തിരിച്ചടിക്കാൻ അധികാരമില്ലേ? ഹമാസിന് വേണ്ടി കരയുന്ന കുഞ്ഞാടുകൾ അങ്ങോട്ട് പോയി ചൊറിയുമ്പോഴല്ലേ ഇങ്ങോട്ട് മാന്തല് കിട്ടുന്നത്. ഗാസയിലെയും ഇസ്രായേലിലെയും ജനങ്ങളോട് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഹമാസ് നടത്തിയത്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു മതേതര ജനാധിപത്യ രാജ്യം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? ഇസ്രായേലിന്റെ മനുഷ്യത്വം കൊണ്ടാണ്, ഇസ്രായേലിന്റെ മാനവികത കൊണ്ടാണ്. നിരവധി നിരപരാധികളെ ഹമാസുകാർ കൊന്നു. പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നോ? സമാധാനം സ്ഥാപിക്കാനായിരുന്നോ? ഇസ്രായേലിനെ തകർക്കുക. കുറെ സ്വന്തം ആളുകളെ കൊന്നിട്ട് ഇസ്രായേൽ കൊന്നതാണെന്ന് വരുത്തി തീർത്തു. സെക്യുലറിസം നശിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഈ തീവ്രവാദ സംഘടനയാണ് നമ്മുടെ നാട്ടിലെ പുരോഗമന പാർട്ടികൾ വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഇസ്രായേലിലെ കണ്ണീര് കണ്ടില്ലെങ്കിലും പലസ്തീനികളുടെ കണ്ണീരെങ്കിലും നമ്മളൊന്ന് കാണണം. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? ഹമാസ് മനുഷ്യന്റെ മനുഷ്യത്വത്തോടൊപ്പം നിൽക്കുന്ന സംഘടനയാണോ? എങ്ങനെയാണ് ഹമാസിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? പലസ്തീനിലെ ജനങ്ങളുടെ കണ്ണീര്, പലസ്തീനിലെ ജനങ്ങളുടെ കണ്ണീര് എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. കണ്ട് എന്താ ഇപ്പൊ നിങ്ങൾ കാശ്മീരിലെ കണ്ണീര് നോക്കാത്ത? മണിപ്പൂരിലെ കുക്കിയെയും മേത്തികളെ നോക്കിക്കൊണ്ട് നടക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്ത ജന്തുക്കള്. രജിത രവി, അമ്മയെ ശവമെന്നാണോ മോളെ വിളിക്കുക, അതോ അച്ഛനാണോ ശവം? ശവത്തിനുണ്ടായവളാണോ നീ ചോദിച്ച? നിന്റെ കമന്റ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരി ആവട്ടെ, സാരമില്ല. ഡു ഇറ്റ്. ഉമ്മാട് പോയി ചോദിക്കണേടാ ഇടയ്ക്കെങ്കിലും, വാപ്പ തന്നെയാണോ നിന്റെ തന്തയെന്ന് ഇടയ്ക്കൊന്ന് ചോദിച്ചോ. ഉമ്മാക്ക് ചിലപ്പോ ഓർമ്മയൊന്നും ഉണ്ടാവില്ലേ, പറഞ്ഞു. ഉമ്മാക്കേ ഓർമ്മയുണ്ടാവില്ല, ഒരുപാട് മുഖങ്ങൾ വന്ന് മിന്നി മറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിന്നെ പോലെയുള്ള ജാരസന്ധതികൾ പിറവിയെടുക്കുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ലത്തീഫ്. ലത്തീഫേ, ലത്തീഫിന് എന്തോ കാണണമെന്നേടാ. ഉമ്മാടത് മുമ്പ് കുടിച്ചിട്ടില്ലേ നീ? ധൈര്യമായിട്ട് നിനക്ക് അവകാശപ്പെട്ടതല്ലേടാ, പോയി തുണി പൊക്കി നോക്ക്. ഉമ്മയോട് പറ, ഉമ്മ കാണിച്ചു തരാതിരിക്കില്ല. കാരണം ഉമ്മാക്കും അതിലൊരു സുഖം ഉണ്ടാവും. അതുകൊണ്ടേ ഉമ്മയോട് പറട്ടാ, ഉമ്മ കാണിച്ചു തരും. അതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഭംഗി. ഉമ്മയുടേതാകുമ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഉമ്മയുടേത് പോയി കാണും. അതാണ് ഉമ്മ. അപ്പം ഇത് മാത്രമാക്കണ്ട കേട്ടാ, അത് മാത്രമാക്കി മാറ്റണ്ട. മുമ്പ് പാല് കുടിച്ചിട്ടുണ്ട്, അത് മാത്രം ആക്കണ്ട. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴെയും കൂടെ കാണുമെന്ന് തോന്നിയാലോ ഉമ്മ അടുത്ത് വയ്ക്കും. അതാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ മാന്യരായ വ്യൂവേഴ്സ് ഒന്ന് ക്ഷമിക്കണം, ഇതിനോടൊക്കെ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ട് കാര്യം. കണ്ടില്ലേ അവൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് അവന് വേണ്ടതെന്ന് നോക്കിക്കേ. ഓ, ഇത്രയൊക്കെ വേണം അല്ലേ? അതുകൊണ്ടൊന്നും നിൽക്കില്ല കേട്ടാ. ഇപ്പം വിചാരിച്ചത് ഇവന് മാത്രമേ ഈ സാധനം ഉള്ളൂ. ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും ഉള്ളത് തന്നെ നിനക്കും ഉള്ളടേ കേട്ടാ. അപ്പോൾ നിനക്കെന്തോ വലിയ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ടാറിട്ട റോഡിലേക്ക് ചെല്ല്, എന്നിട്ടേ അവിടെ ഒന്ന് ഒരച്ചാൽ മതി. വേണമെങ്കിൽ ഉമ്മായും കൂടെ കൂട്ടിന് വിളിച്ചോ, അതാണ് നല്ലത്. ചില വസ്തുതകൾ പറയുമ്പോൾ ഇവനൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പെറ്റിവരിക്കുക എന്നുള്ളതല്ലാതെ വല്ല ലക്ഷ്യവുമുണ്ടോ? അതുകൊണ്ട് ഇവിടെയും ഇത്, അവിടെയും അത്, സ്വർഗത്തിലും അള്ളാഹു കാത്തിരിക്കണം. ഇതൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ 72 മാറിടം തുടുത്ത പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു കാത്തിരിക്കുക. ചിപ്പിക്കകത്ത് പിടിച്ച് വെച്ചേക്കുക മുത്തുകളെ. പടച്ചോന്റെ കൺട്രോള് പോയാലോ അവളുമാര് പുറത്തു വന്നാൽ. നമ്മുടെ ആരാണ്, ഒരു ഉസ്താദുണ്ട്, അയാൾ പറയുന്നതിനനുസരിച്ചിട്ട് EP അബൂബക്കർ കാസിം പറയുന്നതിനനുസരിച്ച് ഊറിപ്പെന്നെങ്ങാനും കൈ പുറത്തേക്കിട്ടാൽ പിന്നീട് സൂര്യൻ ഉദിക്കണ്ട മക്കളെ. അതുകൊണ്ട് സൂര്യൻ ഉദിക്കാത്ത എത്ര രാജ്യങ്ങളാണെന്നറിയുമോ ഹൂറിയുടെ കൈയുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ്. എന്തായാലും ഏതാണ്ട് ആളുകൾ ഒരുപാട് കൂടി വന്നു. നിങ്ങളിങ്ങനെ കൂടി വരുമ്പോഴത്തേക്കിനാണ് എനിക്ക് ലൈവ് അവസാനിപ്പിക്കാൻ പറ്റാതായി പോകുന്നത്. എന്തായിരുന്നാലും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡ് ഇന്നുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. 8 മണിക്കായിരിക്കും ലൈവ് തുടങ്ങുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും ചൊറിയാതെ വയ്യ എന്ന ലൈവിൽ അടുത്ത ദിവസം ഇന്ന് 8 മണിക്ക് കാണാം. അപ്പോൾ തൽക്കാലം നമ്മുടെ ലൈവ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. നന്ദി.